ഇത് മാസ് മോട്ടോഴ്സ് എന്നാണ് ഹീറോൻ്റെ ഗ്ലാമറാണ് വണ്ടി കേട്ടോ. നിലവിൽ നമുക്ക് വണ്ടിക്ക് പറഞ്ഞാൽ 2 കംപ്ലയിൻറ്റ് പറഞ്ഞ് വന്നേനെ. ഒന്ന് ഡിസ്ക് ബ്രേക്കിൻ്റെ കംപ്ലയിൻറ്റ്, ഡിസ്ക് ബ്രേക്ക് കിട്ടണില്ല. പിന്നെ ഹെഡ്ലൈറ്റ് കംപ്ലയിൻറ്റ്. ഈ 2 കംപ്ലയിൻ്റാണ് പറഞ്ഞേക്കണേ. ഡിസ്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, അതിൻ്റെ ഈ മാസ്റ്റർ യൂണിറ്റിൻ്റെ ഉള്ളിൽ സ്റ്റക്കായി പോയേക്കാം. ഇത് MC സബ് അസംബ്ലിയാണ്. അതിൻ്റെ ഉള്ളിൽ മാസ്റ്റർ യൂണിറ്റ് സ്റ്റക്കായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മളിപ്പോൾ അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുള്ള പോസിബിൾ അല്ല. നമുക്ക് ഇതേപോലെ അസംബ്ലി മാറ്റിയിടാനേ പറ്റുള്ളൂ. പിന്നെ കാളിപ്പർ അസംബ്ലി നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആകുന്നുണ്ട്. അതായത് കാളിപ്പർ അസംബ്ലി നമുക്കിപ്പോൾ അഴിച്ചാലും ക്ലീൻ ചെയ്തെടുക്കാം. പിസ്റ്റണിന് വേറെ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. ഈ പിസ്റ്റണിൻ്റെ സീല് മാത്രം മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. ഇത് ബ്രേക്ക് പിടിച്ചിപ്പോൾ സ്റ്റക്കായിട്ടിരുന്ന ഓടിയാണ്. അപ്പോൾ ബ്രേക്ക് ലോഡായി കിടന്ന് ഓടിയ ഒരു സിറ്റുവേഷനിലാണ് ശരിക്കും വരാം. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ബ്രേക്ക് പാഡിൻ്റെയും ഏകദേശം ഒരു ലൈഫ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം ഇതാണ് ഒരു ഇൻഡിക്കേഷൻ ലൈനാണ് വരാം. അതും ഫുള്ള് തീർന്നൊരവസ്ഥയിലാണ് നിൽക്കണേ. മാക്സിമം ബ്രേക്ക് പാഡ് ഉപയോഗിച്ച് തീർന്നിട്ടുമുണ്ട്. അപ്പോൾ ശരിക്കും മാറ്റുമ്പോൾ മാസ്റ്റർ അസംബ്ലി ഈ MC സബ് അസംബ്ലി മാറ്റിയിടണം. ബ്രേക്ക് ഫ്ലൂയിഡ് കാര്യങ്ങൾ എടുക്കണം. അതേപോലെ പിസ്റ്റൺ സീല്, അതിൻ്റെ ബൂട്ട് സെറ്റ്, ബ്രേക്ക് പാഡ് അടക്കം മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അത്ര ഐറ്റംസ് മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഹെഡ്ലൈറ്റ് നമ്മളിതിനകത്ത് നോക്കുമ്പോൾ ബൾബിൻ്റെ ഉള്ളിൽ പൊട്ടി ഫിലമെൻറ്റൊക്കെ പോയി ഗ്ലാസ്സൊക്കെ പൊട്ടി കിടക്കുന്നുണ്ട്. അത് നമ്മൾ ചെക്ക് ചെയ്യണ സമയത്തുണ്ടല്ലോ, അതിവിടെ ഹെഡ്ലൈറ്റുമ്പോൾ ഒരു ഓട്ടോ കണക്കാണത്. ഈ സൈഡിൽ ഇതിവിടെ ഹോളാണ്. അപ്പോൾ വെള്ളം ഇതിനകത്ത് വന്ന് നിൽക്കും. അവിടുന്ന് വെള്ളം കിനിഞ്ഞ് നേരെ ചൂടായിട്ട് നിൽക്കണ ബൾബുമേക്ക് വെള്ളത്തിൻ്റെ തുള്ളി വീഴുമ്പോഴാണ് ബൾബ് അടിച്ചു പോവുക. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അറിയാം, ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിൽ ചൂടായിട്ട് ആ ഭാഗം പൊട്ടിയിരിക്കുന്നത് കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റും. അത് നമ്മൾ പൊട്ടിച്ചാലും ആ ഭാഗം നിൽക്കില്ല. ഹെഡ്ലൈറ്റ് അസംബ്ലി മാറ്റിയിടാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ് കേട്ടോ. ഞാനപ്പോൾ ഹെഡ്ലൈറ്റ് അസംബ്ലിയും ഈ പറഞ്ഞ രീതികളുടെ ഡിസ്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട MCയും സബും ബാക്കിയത്തെ അതിന് വേണ്ട ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ടേ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ വീഡിയോ ഒന്ന് കാണാം, കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അങ്ങനെ ചെയ്താലാണ് അത് ക്ലിയർ ആവുള്ളൂ. അതല്ലെങ്കിൽ ഇതിനെ ഹെഡ്ലൈറ്റ് അസംബ്ലിയൊക്കെ നമുക്ക് ബസ് ഒട്ടിക്കാതെ താൽക്കാലിക ആശ്വാസമാണ്, നിൽക്കില്ല എന്നുള്ളത് 100% ഉറപ്പ്. പിന്നെ തൽക്കാലം വേണമെങ്കിൽ കൊണ്ടു നടക്കാമെന്ന് മാത്രം. പക്ഷേ അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും കുറേ കഴിയുമ്പോഴത്തേക്ക് അത് വീണ്ടും ഹീറ്റായിട്ട് പശ നിൽക്കില്ല, പൊളിഞ്ഞു പോകും, വീണ്ടും വരും. അപ്പോൾ അതിൽ നല്ലത് ഹെഡ്ലൈറ്റ് അസംബ്ലി മാറ്റിക്കളയാം. MC സബ് ആണെങ്കിൽ മാറ്റി പുതിയതിടാണ്ട് വേറെ മാർഗ്ഗമില്ല കേട്ടോ. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയും എസ്റ്റിമേറ്റും കൂടി ഞാൻ വാട്സാപ്പിലിടാം. കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യൂ. നമുക്കതനുസരിച്ചിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം.